അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്തു തരട്ടെ. ഞാൻ പറയുന്നത് വെച്ചാലില്ലേ, നമ്മൾ ഒരാഴ്ച ഒരു ദിവസം, അതായത് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച അസ്ർ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ഒരു സലാത്ത് നമ്മൾ 41 തവണ ചൊല്ലുക. നമ്മളെ ഖുർആനെല്ലാം അതിശക്തമായ എന്താ പറയുക, കറാമത്തുണ്ട് എന്ന് ഉള്ളതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. കാരണം അതിശക്തമായ കറാമത്തുണ്ട് ഓരോ സലാത്തുകൾക്കും ദിക്റുകൾക്കും ഓരോ സൂറത്തുകൾക്കും. നമ്മുടെ ഫാത്തിഹ സൂറത്തിനെല്ലാം എന്ന് വെച്ചാൽ അങ്ങേയറ്റം കറാമത്തുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് സത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ചെയ്യുന്നത് കൊണ്ടും അതെനിക്ക് വന്നിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടും ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നുണ്ട്. എനിക്കത് ഒരു സമയത്ത് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത്, കാരണം നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓതുന്നതും ഒക്കെ തന്നെ. നമ്മളെപ്പോഴും ഖുർആൻ പാരായണം ചെയ്യും അല്ലേ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യും നമ്മളെ മനസ്സിനൊരു തൃപ്തി വേണം. ആ തൃപ്തിയോട് കൂടി ആത്മാർത്ഥ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ തക്കതായ പ്രതിഫലം നമുക്ക് ആ തക്കതായ സമയത്ത് തന്നെ നമുക്ക് വന്ന് അനുഭവിച്ചിട്ടുണ്ട്. അത് ആ അനുഭൂതി നേടിയ ഒരാളായതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നിട്ടാ. ചില്ലറ കാര്യങ്ങളൊന്നല്ല, 8-9 ലക്ഷം രൂപൻ്റെ സംഭവം എന്നിലേക്ക് വന്ന ഒരു സമയം സന്ദർഭവും പെട്ടെന്നുണ്ടായിന് യാദൃശികമായിട്ട്. കാരണം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വേറൊരു ആൾ നമുക്ക് വരവിനായിട്ടില്ല അല്ലേ. നമുക്ക് നമ്മളെ ഭർത്താവിന് ശേഷം ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയായി. നമുക്ക് ആൺകുട്ടികളും ഇല്ല. അത് നമ്മളെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കേട്ടതാണല്ലേ. എൻ്റെ വർത്തമാനത്തിലെല്ലാം കുറേ നാളായി വീഡിയോ ഇടാത്തതുകൊണ്ട് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. സംസാരം ആദ്യം പറയേണ്ടത് പിന്നെ പറയേണ്ടത് ആദ്യം പറയും. ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. കുറേ ദിവസമായില്ല നമ്മൾ ജോലി എന്ന് മാത്രം പറഞ്ഞ് നിൽക്കുമ്പോൾ വീഡിയോയിലേക്ക് കൂടി നമ്മൾ പരസ്പരം ചങ്ങാതിമാരോട് പണിയെടുക്കുമ്പോൾ വർത്തമാനം പറയുന്ന പോലെ ആയിരിക്കും നിങ്ങളോട് ചിലപ്പോൾ സംസാരിച്ചു പോവുക. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിശക്തമായ വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ സാലിഹായ ഉദ്ദേശങ്ങൾക്ക് മാത്രമാണ് കേട്ടോ. സാലിഹായ ഉദ്ദേശങ്ങൾക്ക് മാത്രം. നമ്മളൊരാളെ കബളിപ്പിക്കാനോ ഒരാളോട് എന്താ പറയുക കള്ളത്തരം ചെയ്യാനോ ചതി ചെയ്യാനോ അല്ല. നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമ്മുടേതായ കാര്യങ്ങൾ എത്രയും എളുപ്പത്തിൽ അള്ളാഹുവേ നീ എന്നെ ഒരു വിഷമങ്ങളും കൂടാതെ എനിക്ക് പരിഹരിച്ച് തരണേ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും നമ്മുടെ ആവശ്യങ്ങൾ അല്ലേ. ആ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ അള്ളാഹു നടത്തി തരാൻ വേണ്ടിയിട്ടും അത് സമാധാനത്തോടെ സന്തോഷത്തിലാക്കി തരാൻ വേണ്ടിയിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരോടാ ദുആ ചെയ്യുക? നമ്മളെ ചങ്ങാതിമാരോട് നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഹൃദയം തുറന്ന് നമ്മൾ 5 വക്ത് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോഴൊക്കെ തന്നെ അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ കളങ്കമില്ല. നമ്മൾ ആരെയും ചതിക്കാനോ പറ്റിക്കാനോ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒന്നിനും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു സമയത്ത് വെക്കാതെ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ നമ്മൾ തുറന്നടിച്ച് പറയും. അതൊരു യഥാർത്ഥ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്ത് തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് ചിമ്മി കളിക്കാൻ എനിക്കാവില്ല. അത് എൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. കാരണം കുറേ ഭാഗം നമ്മൾ കണ്ണ് ചിമ്മിയാലും പിന്നെ ഒരു സമയത്ത് നമ്മൾ തുറന്ന് പറയാനൊരു അവസരം ഉണ്ടായിപ്പോവും. കാരണം അങ്ങനെയാണ് മനുഷ്യർ. ശരിക്കും എൻ്റെ ഉദ്ദേശത്തിൽ അങ്ങനെയാണ്. കാരണം അത് നമ്മളതല്ലാലോ, നമ്മളെ കാര്യങ്ങളല്ലാലോ എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇന്നൊരാൾക്കാണെങ്കിൽ നാളെ നമുക്ക് വന്ന് ഭവിക്കാൻ അത് വഴിയോ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണ്ടേ, അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, തിരുത്താൻ ശ്രമിക്കുക. തിരുത്തുന്നില്ലെങ്കിൽ അത് അവരവരെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊന്നും തിരുത്താതെ നിൽക്കുമ്പോൾ, അത് കണ്ടിട്ട് നമ്മൾ കാണാത്ത പോലെ നിൽക്കുമ്പോൾ നാളെ നമുക്കും ആ അവസ്ഥ വന്ന് ഭവിക്കാൻ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എളുപ്പത്തിലാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ നമ്മൾ അള്ളാഹുവിനോട് പുറത്തു കൊടുക്കാൻ പറയുക. അള്ളാഹുവേ അവരുടെ സ്വഭാവ ഗുണത്തെപ്പറ്റി അള്ളാഹുവേ നീ നല്ല രീതിയിലാക്കി കൊടുക്കണേന്ന് പറയുക. അവരെ തെറ്റായ വഴിയിലാക്കി കൊടുക്കല്ലേ അള്ളാഹ് എന്ന് നമ്മൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത്രേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഞാനിത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ, നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ, സാലിഹായ കാര്യങ്ങളുമാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സഹോദരിമാർ തന്നെ വീടില്ലാത്ത കാര്യത്തിലും വീടിൻ്റെ പണി പകുതിയായി വെച്ച കാര്യത്തിലൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് വാട്സാപ്പിൽ കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ആളോട് പറയുമ്പോൾ കുറേ സമയം വേണ്ടി വരും. സമയമില്ല, സമയക്കുറവാണ്. പിന്നെ ഒരുപാട് ആവശ്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് തിരക്കുള്ള സമയമാണ് ഇപ്പോൾ കേട്ടോ.
ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് അത്രയും ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇടുമ്പോഴൊക്കെ തന്നെ ഒരുപാട് ആൾ വിളിച്ച് ചോദിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ആളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും പിന്നെ സംസാരിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അല്പസമയം പിന്നെ എടുത്തുകൊണ്ടാണ് നിങ്ങളിലേക്കൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പം തന്നെ കേൾക്കുമ്പം തന്നെ ഒന്ന് ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുമ്പോൾ അവർക്ക് ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ. ഒരുപാട് എന്നെപ്പോലെ വേദനിക്കുന്നതും വിഷമിക്കുന്നതും യാതൊരു മാർഗങ്ങളില്ലാതെ എന്താ പറയുക, ജോലിയൊന്നും ചെയ്യാനുള്ളൊരു മനഃശക്തി ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരിലേക്ക് ഇതെത്തുമ്പോൾ എന്ന് വെച്ചാൽ അവർക്കൊരു ധൈര്യം കിട്ടും അല്ലേ. ഒരു തൻ്റെ ഇടത്തിലേക്ക് നമ്മൾ എത്താനുള്ളൊരു വഴി ഒരുക്കി കൊടുക്കും. അപ്പം 10 ആൾ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് 11ാമത്തെ ഒരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ധൈര്യം അവർക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഒരു ഷെയറിലേക്ക് കൂടി ആയിരിക്കും അവർ രക്ഷപ്പെടുന്നുണ്ടാകാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് സന്തോഷത്തോടെ എല്ലാവരോടുമായിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സന്തോഷത്തിലേക്ക് എത്തിക്കട്ടെ, ഉയർച്ചയിലെത്തിക്കട്ടെ, വിജയത്തിലേക്ക് എത്തിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലത്തോടും നല്ല ആരോഗ്യത്തോടും ആഫിയത്തോടും ഉള്ള ദീർഘായുസ് പ്രദാനം ചെയ്യാനും, അതുപോലെ തന്നെ ജീവിക്കുന്ന കാലത്തോളം തന്നെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും അള്ളാഹു വൻ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. അതുപോലെ ഭർത്താവ് ജോലി ചെയ്യുന്നവരാണ്, ആ ഭർത്താവിന് അള്ളാഹു ഉയർച്ചയും വളർച്ചയും കൊടുക്കട്ടെ അല്ലേ. എന്നാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി കിട്ടാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് തരണമെങ്കിൽ നമ്മളെ ഭർത്താവിൻ്റെ ജോലിയിൽ അള്ളാഹു ഹൈറ് പ്രദാനം ചെയ്യണം. മക്കളുടെ ജോലിയിൽ അള്ളാഹു ഹൈറ് പ്രദാനം ചെയ്യണം. അവർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജോലി ചെയ്യാനുള്ളൊരു മനസ്സും അവർക്ക് കൊടുക്കണം അല്ലേ. എന്ത് പ്രതിസന്ധികളില്ലാത്ത ഒരു ജോലിയില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ പ്രതിസന്ധികളുണ്ട്. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനിപ്പം വന്നിട്ട് അത്രയല്ല ആയിട്ടില്ല. അപ്പം 3-4 മാസം മുമ്പേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പിന്നെ ഒരുവിധം അവിടെ എത്തിപ്പെടുന്ന ആൾക്കാരോട്, അത് ലാബിലുള്ള ആൾക്കാരോട് ഒക്കെ പറയുന്നുണ്ടായി, നമ്മളിങ്ങനെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം, എല്ലാവരോടൊന്ന് വരാൻ പറയണം. എന്തിനാണെന്നറിയാം, അവിടുത്തെ ലൈസൻസിന് അവിടെ അപ്രൂവലെല്ലാം ആയി കിട്ടണമെങ്കിൽ ഇത്ര പേഷ്യൻ്റെല്ലാം അവിടെ എത്തുന്നതിനുള്ള ഇത് അവർക്ക് കാണിക്കണം. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ മാതിരിയാണ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ നമ്മളെ ഫ്ലാറ്റിലെല്ലാം വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മേഖലയിലും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താലേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളാണ് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീരുമാനിച്ച് നമുക്ക് അവിടുന്ന് മാറാനുള്ള ഒരു ഓപ്ഷനും നമ്മളായിട്ട് തന്നെ കണ്ടെത്തുക. പിന്നെ എവിടെയും നമ്മൾ തറപ്പിച്ച് നിൽക്കാൻ ആരും പിന്നെ നമ്മൾ അർഹനാൻ്റെ ആവശ്യമില്ല. അതിനുള്ള എല്ലാ സൊല്യൂഷനും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ കണ്ണീര് കുടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ വിസ ഉണ്ടെങ്കിലും കൂടി നമ്മൾ എന്തെങ്കിലും നേരിടുന്ന പിന്നെ വിഷമതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പരിഹാരം കാണാനുള്ള എല്ലാ ഓഫീസും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ അവർ നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെയൊക്കെ സാലറി ഒക്കെ തന്നിട്ട് തന്നെ നമ്മളെ അവിടെ 3 മാസം നിൽക്കാനുള്ള ഒരു അലോട്ടെല്ലാം ഉണ്ട് അവിടെ കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ആരും മനസ്സ് വേദനിച്ചിട്ട് വിഷമിച്ചിട്ട് ബുദ്ധിമുട്ടിയിട്ട് നിൽക്കണ്ട, ജീവിക്കണ്ട. ഇന്ന് എല്ലാം നമ്മളെ മനസ്സ് ക്ലിയർ ആണെങ്കിലും മനസ്സ് ശുദ്ധമാണെങ്കിലും ഒരാളെ ചതിക്കാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല, അവരെ എങ്ങനെയൊക്കെ കളവ് പറഞ്ഞ് മുതലെടുപ്പിക്കാൻ പറ്റും അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാത്ത നമ്മളാണെങ്കിൽ നമ്മളെ കൂടെ നമ്മളെ പഠിച്ച റബ്ബ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് കേട്ടോ. അതിൽ ഒരു സംശയമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് വെച്ചാൽ, ഞാൻ അന്നും ഇന്നും ഓർമ്മ വെച്ച നാൾ മുതലേ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടപ്പുറപ്പായിട്ടുള്ള എനിക്ക് ഖുർആനാണ്. ആ ഖുർആനെ ഞാൻ അന്നും ഇന്നും ഞാൻ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ഏതൊക്കെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ടോ ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഖുർആൻ ഓതാതെ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്ന് തന്നെ പറയും, എൻ്റെ ജീവൻ്റെ ഒരു പാതിയാണ് എൻ്റെ ഖുർആൻ. ആ ഖുർആൻ ഞാൻ ഒരു ദിവസം എവിടെയെങ്കിലും യാത്രയിൽ തന്നെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഖുർആൻ എടുക്കാൻ കഴിയുന്നില്ലെങ്കിലും നമ്മളെ വായുകൊണ്ട് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഓതിക്കൊണ്ട് നിൽക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമുക്ക് മാറുന്നത് കൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ എന്ത് ആവശ്യങ്ങൾ വരുമ്പോഴോ അള്ളാഹുവിനോട് ഇരു കൈയും നീട്ടി നമ്മൾ ദുആ ചെയ്യുക. അത് നമുക്ക് അനുകൂലമായി വരുന്നത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്.
ഇപ്പം എത്രയോ വലിയ കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ അനുകൂലിച്ചിട്ട് നിന്നിട്ട് ഓരോ സന്ദർഭങ്ങളും ഞാൻ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 8-9 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു സമയത്ത് കേട്ടോ. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മരണപ്പെട്ടു പോയതിന് ശേഷമാണ്. അപ്പം ഞാൻ അള്ളാഹുവേ എനിക്ക് അത് പെട്ടെന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ച് തരണേ അല്ലാ, ഹൈറാക്കി തരണേ അല്ലാ. അപ്പം ഞാൻ കുറച്ച് നേരം കടത്തിലുമാണ്. ഇപ്പോഴും കടങ്ങളുണ്ട്, കടം വീടിയെന്നല്ല പറയുന്നത്. പക്ഷേ ആ കടങ്ങളൊന്നും തന്നെ എന്നെ കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ഒരു സ്ത്രീയായ ഞാനൊരു 10-50 വയസ്സുള്ള ഒരു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്. നിങ്ങൾ അതിശക്തമായി വേദനിക്കുന്നുണ്ട് എന്നുള്ള വാട്സപ്പിൽ എനിക്ക് വോയിസ് അയച്ചതുകൊണ്ട് ആ വോയിസിൽ കേട്ടതിൻ്റെ മറുപടിയാണ് ഞാൻ തരുന്നത്. നിങ്ങൾ ആരും തന്നെ ജീവിതത്തിൽ തളരാൻ പാടില്ല. നമുക്ക് നമ്മുടെ പടച്ച റബ്ബ് നമുക്ക് ഒരു താഴ്ച തരുന്നുണ്ടെങ്കിൽ ഒരു ഉയർച്ചയും തരും. ഒരു ഉയർച്ചക്കൊരു താഴ്ചയുണ്ടാവില്ല, ഒരു ഏറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാകുന്നത് പറഞ്ഞ പോലെ ഒരു സമയം നമുക്ക് വിഷമം പിടിച്ച സമയമാണെങ്കിൽ അത് മറികടക്കുമ്പോൾ നമുക്ക് അതിനേക്കാൾ ഡബിളായിട്ട് സന്തോഷം തരുന്ന ഒരു ദിവസങ്ങളും ഉണ്ടാവും, ഒരു കാലം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ധൈര്യത്തിൽ മാത്രം മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ഓതി വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം ഞാൻ 11 തവണ ഞാനെന്ത് ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതും. മുത്തുനബിൻ്റെ പേരിൽ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതും. അതിനുശേഷം പിന്നെ നമ്മൾ നാരിയത്ത് സലാത്ത് 41 തവണ, 4 ലൈന് മാത്രമേ ഉള്ളൂ കേട്ടോ നാരിയത്ത് സലാത്ത്. ആ നാരിയത്ത് സലാത്ത് 41 തവണ നമ്മൾ ചൊല്ലും. അത് ചൊല്ലുമ്പോൾ നമ്മൾ മക്കളും എല്ലാം ഒന്നിച്ചിരുന്നിട്ടാണ് ചൊല്ലുക. ചിലപ്പോൾ അയൽവാസികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ചൊല്ലിയതിന് ശേഷം ഒരു യാസീൻ ഓതുക, 3 ഇഖ്ലാസ് ഓതുക, ഒരു ഫലക്ക് ഒരു നാസ് ഓതി, 3 ആയത്തുൽ കുർസി ഓതി നമ്മൾ പിന്നെ ദുആ ചെയ്യും. ആ ദുആ ഖുർആനിലും നമ്മൾ ദുആ ചെയ്യും, അത് മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്യും. നമുക്ക് ഖുർആനിൽ നമുക്ക് ഓതാൻ അറിയാത്ത ആൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മലയാളത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളതും നമ്മുടെ അയൽവാസികളും കൂട്ടുകുടുംബങ്ങളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും ബന്ധുമിത്രാദികളെയും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തതിന് ശേഷം നമ്മൾ ദുആ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളും പറയുക. മരണപ്പെട്ടു പോയവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ജീവിച്ചിരിക്കുന്ന നമ്മളെ ഭർത്താക്കന്മാർ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഈ ദുആക്ക് ശേഷം നമുക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യുക. അപ്പോൾ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ടും എൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തന്നത് കൊണ്ടും ആണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ നിങ്ങളോട് പറഞ്ഞിരുന്നത്. കാരണം ഈ ഒരു ഓത്താണ് ഞാൻ എല്ലാ ആഴ്ചയിൽ വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം ഞാൻ നമ്മൾ ഇവിടെ അങ്ങനെ ഉണ്ടാകല് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് ഞാൻ മഗ്‌രിബിന് ശേഷമാണ്, കാരണം ഞാൻ അസറിനെല്ലാം ഡ്യൂട്ടിയിലാണ് ഉണ്ടാകുക. മഗ്‌രിബിന് ശേഷം ഞാൻ ഓതുക. അപ്പോൾ ഇതാ പറയും നമ്മളെ എപ്പോഴും നമ്മൾ ഖുർആനിലുണ്ടോ ആ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ കാവിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്യിക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞു ഓരോ സമയത്തും എന്നോട് തന്നെ ഇപ്പം ഞാൻ നാട്ടിലേക്ക് വന്ന ആ സ്ഥാപനത്തിൽ നിന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ ചെറുതായിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, എന്തോ ഉണ്ട്, നിങ്ങളെ പോകുന്നതും വരുന്നതും ഒക്കെ നിങ്ങളെ നല്ലൊരു ടൈമിനാണ് നിങ്ങൾ പോകുന്നതും വരുന്നതും ഒക്കെ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞേ അതെൻ്റെ വിശ്വാസം എന്നിലേക്ക് മാത്രം നിന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു കാലെടുത്ത് വെക്കുമ്പോൾ അത് നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. അള്ളാഹുവേ അവർക്ക് ഹൈറ് കൊടുക്കണേ അല്ലാ, അള്ളാഹുവേ നീ അവരെ ഹൈറിലാക്കി കൊടുക്കണേ അല്ലാ, അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വലതുകാലിൽ വെച്ച് നമ്മളൊരു ഒരു സ്ഥാപനത്തിലേക്കായാലും ഒരു ഭവനത്തിലേക്കായാലും കയറുമ്പോൾ നമുക്ക് അവർക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമ്മളെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുള്ളൂ അല്ലേ. നമ്മൾ പിന്നീട് അതിന് ശേഷം എന്തൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സമയവും സന്ദർഭവും അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ടോ അത് അള്ളാഹുവിൻ്റെ നിമിത്തം കൊണ്ട് മാത്രമാണല്ലേ. ചില ആൾ ഇബ്ലീസ് കൂടി ചേർന്നുകൊണ്ട് തന്നെ നമ്മളെ ജോലി ചെയ്യുന്നിടത്തൊക്കെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പല വാക്കുകളുകൊണ്ടും നോക്കുകളുകൊണ്ടും ഒക്കെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനെല്ലാം നോക്കും. പക്ഷെ അതൊന്നും നമ്മൾ കല്ല് വില്ലിന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒഴിവാക്കൂട്ടോ, നമ്മൾ മനസ്സിൽ കൊടുക്കൂല. പക്ഷെ ഒരു ഇടങ്ങാറായിട്ട് മാറും എപ്പോഴും എന്ന് വെച്ചാൽ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഒരു എന്താ പറയുക ഞാൻ നമ്മളെ ഇടങ്ങാറാക്കുന്നൊരു സംഭവം ഉണ്ടാവില്ല, ഈ ചൊറിയാന്ന് പറയുക. ഈ ചൊറിയൽ പോലത്തെ ഒരു സംഭവം എപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ശല്യമായിട്ടാണ് മാറുക. അല്ലാണ്ട് നമുക്കതൊരു വേദനയ്ക്ക് വിഷമിക്കുകയൊന്നും ചെയ്യില്ല. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നൂല. അപ്പോൾ നമ്മൾക്ക് കുറേ നമ്മളങ്ങ് ഇതാക്കി നിൽക്കുമ്പോൾ പിന്നെ ഒരു സമയത്ത് നമ്മുടെ ക്ഷമയും അങ്ങ് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന സമയം നമുക്ക് നല്ലതായിരിക്കും. ആ നല്ല സമയത്തായിരിക്കും നമുക്ക് ആ നഷ്ടപ്പെടുന്ന ഒരു ചിന്ത നമുക്ക് മനസ്സിൽ വരിക. ഇനി ഇത് ശരിയാവില്ല, ഇനി ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റൂല, ഇനി നമ്മൾ
ശരിയാവില്ല എന്ന് കണ്ടിട്ടുള്ള തീരുമാനം അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ആദ്യം അബുദാബിയിൽ പോയി. നമ്മളൊരു ചങ്ങാതിമാരോട് തന്നെ അവരൊക്കെ യാതൊരുവിധ അവരൊക്കെ ഒരു തെറ്റോ കുറ്റോ ഒന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല സ്നേഹത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെയാണെന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫും ഒക്കെ. പക്ഷെ അവർക്കൊരു പേപ്പർ ഇല്ലാത്തത് കൊണ്ട് വിസ അടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ പിന്നീടാണ് ഞാൻ അറിയുന്നത്. 2-3 പ്രാവശ്യം വിസ വിസിറ്റ് ചേഞ്ച് ചെയ്തു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അറിഞ്ഞ മുതൽ ഞാൻ പറഞ്ഞു ഇത്രാം തീയതി ഞാൻ നാട്ടിലെത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ ഓക്കെ 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 എന്ന് പറഞ്ഞു. പിന്നെ ദിവസങ്ങൾ അടുത്തേരം ഞാൻ പറഞ്ഞു ഇത്രാം തീയതി എനിക്ക് പോകണം, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അന്നേരം അനാപൂനാന്നെല്ലാം പറഞ്ഞു. കാരണം എന്നോട് നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിറ്റേത്തെ ആഴ്ച തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ടിക്കറ്റ് എടുക്കാമെന്നുള്ള വാഗ്ദാനം തന്നിട്ടാണ് നാട്ടിലേക്ക് എന്നെ നാട്ടിൽ നിന്ന് വരുത്തിച്ചത്. ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുത്താണ് ഞാൻ നാട്ടിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതും വന്നത് വലിയ സംഭവങ്ങളൊക്കെ അന്നേരം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ അത് ഞാനും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിച്ചു പോകും എൻ്റെ മക്കൾ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഓരോ സമയങ്ങളും നമുക്ക് നല്ലതിനേക്ക് വേണ്ടി മാത്രമാണ്. ഒരുത്തിയിൽ സങ്കടപ്പെടുമ്പോൾ ഒരുത്തിയിൽ നമുക്ക് സന്തോഷം അല്ലാതെ തരും. ആ സന്തോഷത്തിലേക്കൂടിയാണ് നമ്മൾ കടന്നു പോകാൻ. എന്തുകൊണ്ടാണ് അത് വിധിക്കപ്പെടുന്നതെന്നറിയോ? നമ്മുടെ മനസ്സിൽ കളങ്കയില്ല, നമ്മുടെ മനസ്സിൽ ദുഷ്ടചിന്തകളില്ല, നമ്മുടെ മനസ്സിൽ ആരെയും ചതിക്കണം, പറ്റിക്കണം, വേദനിപ്പിക്കണം എന്നുള്ള ഒരു മാനസിക നില നമുക്കില്ലാത്തത് കൊണ്ടും നല്ല നേർവഴിയിലേക്കൂടി അള്ളാഹുവിൻ്റെ പാതയിലേക്കൂടി മറ്റൊരാൾക്കൊരു വിഷമം നമ്മളെക്കൊണ്ട് ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ച് നമ്മൾ നടക്കുന്ന കാലത്തോളം നമുക്ക് യാതൊരുവിധ വിഷമോ പതർച്ചയോ പേടിയോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഇനി എത്ര ആൾ തന്നെ നമ്മൾ എന്ത് പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഏൽക്കാത്ത കാര്യവും നമ്മൾ മറുപടി കൊടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയമല്ല, നമ്മളറിഞ്ഞ കാര്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതിന് മറുപടി കൊടുക്കാത്തത് കേട്ടോ. പിന്നെ ആരും ഉപദേശിക്കാൻ വളർന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളോട് ആരെങ്കിലും ഉപദേശിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള ബുദ്ധി അവർക്കില്ല നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ ഉപദേശം നമ്മൾ കേൾക്കാത്തത്. അവരതിനേക്കാളും മോശമായ പ്രവൃത്തി അവർ ചെയ്ത് കൂട്ടുന്നവർ നമ്മളെ ഉപദേശിക്കാൻ അവർ വളരുമോ? ഒരിക്കലും വളരൂല. അത് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഉപദേശ വാക്കുകൾ പറയുന്നത്. ആ ഉപദേശം നമ്മൾ പുല്ല് വിലയായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി കേട്ടോ. അവർ നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഉപദേശം നമ്മൾ കേൾക്കാൻ സമർത്ഥരാണ്. അല്ലാത്ത പക്ഷം അവരുടെ ഉപദേശം നമ്മൾ കേൾക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് എന്താണോ നല്ലത് അത് മാത്രമേ നമ്മൾ ചിന്തിക്കണ്ടൂ. നമ്മൾ വേറെ ഒരു രൂപത്തിലല്ല, നമ്മൾ അധ്വാനിക്കാൻ പോയി അധ്വാനിച്ചിട്ടുള്ള സാലറി അവരോട് ചോദിച്ച് നമ്മൾ വാങ്ങി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അല്ലേ? ഇത്രയേ ഉള്ളൂ അവരുമായിട്ടുള്ള കരാറ്. വേറെ ഒരു കരാറും നമ്മൾ അവരുമായിട്ടില്ല. ഒരു ലീഡും അവരോട് ചെയ്തിട്ടില്ല. വേറൊരു എന്താ പറയുക, നമ്മൾ വിസ അടിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇത്ര മാത്രമേ കരാർ അവർക്കുള്ളൂ. അല്ലാതെ നമ്മളെ അടിച്ചേൽപ്പിച്ച് ജോലി ചെയ്യാനുള്ള ഒരു അർഹത അവർക്കില്ല. നമുക്ക് എപ്പോഴും അവിടെ വേണ്ട എന്ന് ഉപേക്ഷിക്കുന്ന മനസ്സ് വരുന്നോ അപ്പോൾ നമുക്ക് പോകാനുള്ള ഓപ്ഷന് നമുക്കുണ്ട് കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്ക്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്ക്. നമുക്ക് മനസ്സിന് ധൈര്യം കിട്ടും. ഇന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മളെ മനസ്സ് പവറായിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മളെ അടിച്ചമർത്താൻ ഒരുപാട് ആൾക്കാർ എന്നല്ല ഒരുപാട് പിശാചുക്കൾ ഉണ്ടാവും. ആ പിശാചിൻ്റെ വലയിൽ കണിയാണ്ട് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ ഊർജമായിട്ടുള്ള ധൈര്യം തൻ്റെടും മനസ്സും നമുക്ക് വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഖുർആൻ നിങ്ങളുടെ വായിൽ എപ്പോഴും ഉണ്ടാകുന്ന കാലത്തോളം നമ്മളൊരു ചതിയിൽ പെടൂല, വഞ്ചനയിൽ പെടൂല. ആരും ദ്രോഹിക്കാൻ നമ്മളെ ദ്രോഹിക്കാൻ അവർക്ക് പറ്റൂല, കഴിയൂല. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നു. കാരണം ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും തന്നെ അൽഹംദുലില്ലാ ഞാൻ സന്തോഷത്തിലാണ് നാട്ടിൽ വന്നിട്ടുള്ളത്. കരഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥ എനിക്ക് പഠിച്ചവൻ ഇന്ന് വരെ തന്നിട്ടില്ല. ഇന്നും ഞാൻ എൻ്റേതായ പാതയിലേക്കൂടി പോകുന്നു. എൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി തരണമെന്ന് ഞാൻ പറയുന്നു. കാരണം ഞാനെല്ലാം തികഞ്ഞവരല്ല, ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ഞാൻ ഒരുപാട് ആവശ്യങ്ങളുള്ള ആളാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് വിജയിച്ച് വന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും വ്യക്തമായി ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ഓതുക. നിങ്ങൾ അതുപോലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു സൂറത്തുൽ യാസീൻ ഓതുക. അതിനു മുമ്പേ നമ്മൾ 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഒരു സൂറത്തുൽ യാസീൻ ഓതുക. അതിനുശേഷം സൂറത്തുൽ ഫത്ഹ് ഓതിയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. നമ്മുടെ ഉദ്ദേശം പോലെ അള്ളാഹു നമുക്ക് അനുകൂലിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ
അള്ളാഹു നമ്മളെ നല്ലതിലേക്ക് മാത്രം എത്തിക്കും. നമുക്ക് അതുകൊണ്ടൊന്നും ഒരു ദോഷം വരില്ല. നമുക്ക് വരുന്ന അലാമിയത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടി ദൂരപ്പെടുത്തി തരും. കണ്ണേർ ഷഹറിനെ അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ചെറിയ പൊടി, കണ്ണിൽ വീഴുന്ന പൊടി പോലെ ആക്കിയിട്ട് നമുക്ക് മാറ്റിത്തരും. എന്തുകൊണ്ടെന്നറിയോ? നമ്മളിതൊക്കെ ഓതുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനോട് ഇരു കൈയും നീട്ടി ഓതുന്നുണ്ടെങ്കിൽ ആ ഓത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാത്തിലും വിജയം നമുക്ക് തരുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ വാട്സപ്പിൽ കൂടി എനിക്ക് വോയിസ് അയക്കണമെന്നില്ല, നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിച്ചോളൂ. ഒരുപാട് ആൾ വാട്സപ്പിൽ വോയിസ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് നാട്ടിലെപ്പോൾ എത്തിയ, അൽഹംദുലില്ലാ റാഹത്തന്നെ, സന്തോഷമുണ്ട് വീഡിയോ കണ്ടതിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ആരും തന്നെ വോയിസ് അയക്കണമെന്നില്ല, നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിച്ചാൽ മതി. അപ്പോൾ എല്ലാവരോടും മഅസ്സലാമ.